അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, നമ്മുടെ ഏത് ആഗ്രഹവും സഫലമാകാനുള്ള ഒരു മനോഹരമായിട്ടുള്ള അമലുണ്ട്. ഈ അമൽ ഏതാണോ നമ്മുടെ ആഗ്രഹം, ആ ആഗ്രഹം നിയ്യത്ത് ചെയ്തുകൊണ്ട് റബ്ബിൻ്റെ മുമ്പിൽ തുടർച്ചയായി 7 ദിവസം സുബ്ഹ് നിസ്കാരത്തിന് ശേഷം അതേ മുസല്ലയിൽ ഇരുന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ആഗ്രഹം എന്താണോ അള്ളാഹു അത് സഫലീകരിച്ചു തരും. മക്കളുടെ കല്യാണമാവട്ടെ, കടങ്ങൾ വീടലാവട്ടെ, അസുഖം ഭേദമാവലാവട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുനിയാവുമായി ബന്ധപ്പെട്ട ആഗ്രഹമാകട്ടെ, ആ ആഗ്രഹം 7 ദിവസം നമ്മൾ ചൊല്ലി തീരുമ്പോഴേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സഫലീകരിച്ചു തരും. ഇൻഷാ അല്ലാഹ്. ആത്മാർത്ഥതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിയ്യത്താണ് പ്രധാനപ്പെട്ട കാര്യം. അതുണ്ടെങ്കിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിച്ചു തരിക. എല്ലാവരും ആത്മാർത്ഥതയോടുകൂടെ അല്ലാഹു തരും എന്നുള്ള ഉറപ്പോടുകൂടെ ഈ അമൽ ചെയ്യുക. അല്ലാഹു സ്വീകരിക്കട്ടെ. ഉദാഹരണത്തിന് അസുഖം ഭേദമാവലാണ്, അല്ലെങ്കിൽ നമ്മുടെ നല്ല ജോലി ലഭിക്കലാണ്, അല്ലെങ്കിൽ നമ്മുടെ കടങ്ങൾ വീടലാണ്. ഇങ്ങനെ എന്ത് കാര്യമാണോ ആ കാര്യം നമ്മുടെ മനസ്സിൽ നിയ്യത്ത് ചെയ്യുക. നിയ്യത്ത് ചെയ്തതിന് ശേഷം സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് തുടർച്ചയായി 7 ദിവസം എല്ലാ ദിവസവും ചെയ്യണം. സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് സുബ്ഹിയുടെ ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം 3 തവണ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ചൊല്ലുക. അതിനുശേഷം 3 തവണ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് ചൊല്ലുക. അതിനുശേഷം 100 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലുക. ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഏത് പ്രാർത്ഥന സ്വീകരിക്കാനും നിർബന്ധമാണ്. ഹംദ്, സ്വലാത്ത്, ഇസ്തിഗ്ഫാർ. എപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിലും ഈ 3 കാര്യങ്ങൾ മറക്കാൻ പാടില്ല, അത് നിർബന്ധമാണ്. അപ്പോൾ ആദ്യം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ 3 തവണ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് 3 തവണ, അതിനുശേഷം ഇസ്തിഗ്ഫാർ 100 തവണ ചൊല്ലിയതിന് ശേഷമാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ ഒന്നാമത്തെ പ്രാർത്ഥന 11 തവണയാണ് നമ്മൾ ചൊല്ലേണ്ടത്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ പരിശുദ്ധ ഖുർആനിലെ ആയത്ത് മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥനയാണ്. ഇത് 11 തവണ നമ്മൾ ചൊല്ലുക. അതിനുശേഷം 7 തവണ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽത്, ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽത്. ഈ ഒരു പ്രാർത്ഥന 7 പ്രാവശ്യം നമ്മൾ ചൊല്ലുക. അതിനുശേഷം اللهم لا سهل إلا ما جعلته سهلا اللهم لا سهل إلا ما جعلته سهلا. ഈ പ്രാർത്ഥന 7 പ്രാവശ്യം ചൊല്ലുക. ഈ പറയപ്പെട്ട 3 പ്രാർത്ഥനകളും, ആദ്യത്തെ പ്രാർത്ഥന 11 തവണ, രണ്ടാമത്തെ പ്രാർത്ഥന 7 തവണ, മൂന്നാമത്തെ പ്രാർത്ഥന 7 തവണ, ഈ പ്രാർത്ഥനകൾ ചൊല്ലിയതിന് ശേഷം നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈമലർത്തിയിട്ട് നമ്മുടെ ആവശ്യം പറയുക. അസുഖം ഭേദമാവാനാണെങ്കിൽ അങ്ങനെ, നല്ല ജോലി ലഭിക്കാനാണെങ്കിൽ അങ്ങനെ, മക്കൾ നന്നാവാനാണെങ്കിൽ അങ്ങനെ, മക്കളുടെ കല്യാണം ശരിയാവാനാണെങ്കിൽ അങ്ങനെ, എന്താണോ നമ്മുടെ ആഗ്രഹം പടച്ചോനെ എൻ്റെ അസുഖം ഭേദമാക്കി തരണേ അള്ളാഹുവേ, ഞാൻ ഒരുപാട് ദുആ ഇരുന്നിട്ടുണ്ട്, എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണേ എന്ന് ദുആ ഇരുന്നതിന് ശേഷം 3 തവണ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന സ്വലാത്തും ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ അമൽ പൂർത്തിയായി. ഇത് എല്ലാ ദിവസവും 7 ദിവസം തുടർച്ചയായി സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ്, സുബ്ഹ് നിസ്കാരം അദാആയി നിർവഹിച്ചതിന് ശേഷം, സുബ്ഹിയുടെ സ്വലാത്തും ദിക്റുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ പറയപ്പെട്ട അമൽ ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. നമ്മുടെ എല്ലാ മുറാദുകളും അല്ലാഹു ആസുലാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.